ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണ് കേട്ടോ. അപ്പോൾ വെള്ളക്കടലയാണ് ഇന്ന് നമ്മൾ പുട്ടിനെടുത്തത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കടല, ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മസാലപ്പൊടികളെല്ലാം ഇട്ടിട്ട് കുക്കറിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒരു 3-4 വിസിൽ വരണമല്ലോ. പിന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ പുട്ടുപൊടി നനച്ച് വെക്കുകയാണ് കേട്ടോ. നനച്ച് വെച്ചാലല്ലേ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നേരം നനച്ച് വെക്കണ്ടേ. അപ്പോൾ നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പുട്ട് റെഡിയാക്കാനുള്ള അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ്. ഞാനൊരു അടുപ്പിൽ അതും വെച്ചിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ചായക്കുള്ളതും കൂടി നോക്കുന്നുണ്ട്. ഹസ്ബൻഡിന് പോകാൻ ലേറ്റായിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് ലേറ്റായി എഴുന്നേൽക്കാൻ. അങ്ങനെ പുട്ടൊക്കെ റെഡിയാക്കുകയാണ്. കുക്കറിൽ ഏകദേശം നമ്മുടെ കടല ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഹസ്ബൻഡിന് ഒരു ഗ്ലാസ് ചായ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. പുട്ട് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ അത് ഞാൻ തൂമിക്കാനുള്ളത് നോക്കുക. കടുക് പൊട്ടിക്കണേനാണ് കേട്ടോ ഞാൻ തൂമിക്കുക എന്ന് പറഞ്ഞാൽ. ഓരോ സ്ഥലത്ത് ഓരോ ഇതിലാണ് പറയുക. ഞാൻ കടുക് പൊട്ടിക്കണേന് തൂമിക്കുക എന്നാണ് കേട്ടോ പറയുക. അത് വറവിടുന്നതിന് ആണ് അങ്ങനെ പറയണത്. അങ്ങനെ കടല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കടലക്കുള്ള വറവിടലും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, പുട്ടും ഒരു ഭാഗത്ത് ആവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തൂമിക്കലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഹസ്ബൻഡിനുള്ളത് ഞാൻ ആദ്യം തന്നെ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഫ്രീ ആണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാമല്ലോ. ചില സമയങ്ങളിൽ ഞാൻ ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ തന്നെ കഴിക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മോനൊക്കെ എഴുന്നേറ്റ് വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ 2 പേരും ഇരുന്നിട്ടാണ് കഴിക്കുക. അത് ഓരോ സമയത്തെ ഒരു അനുസരിച്ചിട്ടാണ് കേട്ടോ ചെയ്യൽ. അങ്ങനെ ഹസ്ബൻഡിനുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. ഹസ്ബൻഡിന് അത് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു കേട്ടോ. അതിന് ശേഷം ഞാൻ ബാക്കിയുള്ള പുട്ടും കൂടി ഞങ്ങൾക്കുള്ളതും കൂടി ഉണ്ടാക്കി വെച്ചു കേട്ടോ. അങ്ങനെ അവിടുത്തെ ഇതൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ക്ലീൻ ചെയ്യാൻ നിന്നു. ഏകദേശം അവിടെ തൂമിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എണ്ണയൊക്കെ ആയിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു. മോസ്റ്റ്ലി അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. ഇത് ഡെയിലി ഒരു റൂട്ടീൻ തന്നെയാണ് നമുക്ക്. അതിലൊന്നും ഒരു മാറ്റമില്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ലഞ്ച് കഴിച്ച് കഴിഞ്ഞാലും എന്ത് ജോലി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്രങ്ങൾ കഴുകലും ക്ലീനിങ്ങും നമ്മൾ റൊട്ടീനായിട്ട് ചെയ്യണ കാര്യങ്ങൾ തന്നെയല്ലേ അല്ലേ. പിന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഹസ്ബൻഡ് പോയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ചില സമയങ്ങളിൽ ഹസ്ബൻഡ് കഴിച്ച് പോയതിന് ശേഷം ഞാനും അപ്പം തന്നെ ഇരുന്ന് കഴിക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മോനെ എഴുന്നേറ്റിട്ട് മോൻ്റെ കൂടെ ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കുക. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാനും അപ്പം തന്നെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.